തമിഴ്നാട്ടിലെന്ന പോലെ തമിഴ് സിനിമകൾക്കും തമിഴ് താരങ്ങൾക്കൊക്കെ നമ്മുടെ കേരളത്തിലും ഒരുപാട് ആരാധകരുണ്ട്. 2003 ഒരു തമിഴ് മാഗസീനിൽ വന്നിരുന്ന ഒരു ആർട്ടിക്കിൾ ഞാൻ ഈ അടുത്ത് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിച്ചു. അത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. 2003 ഒരു ഹാഫ് ഇയർലി റിപ്പോർട്ടാണെന്നാണ് ഞാനത് മനസ്സിലാക്കുന്നത്. കാരണം ഇതിൽ അതുവരെയുള്ള കുറച്ച് സിനിമകളിലെ കുറച്ച് താരങ്ങളുടെയൊക്കെ ഒരു ഓർഡർ, അതായത് താരമൂല്യം വെച്ചിട്ടുള്ള ഒരു ഓർഡറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ക്യാപ്ഷൻ തന്നെ രസകരമാണ്. നേട്ടർ രജനി ഇൻട്രു വിക്രം. അതായത് നേരത്തെ രജനി, ഇന്നത് വിക്രമാണ്. അതായത് താരമൂല്യത്തിലുള്ള ഒരു 8 നടന്മാരുടെ ഒരു താരമൂല്യത്തിൻ്റെ ഇതിൽ വെച്ചിട്ടുള്ള ഒരു ഓർഡറാണ്. അതിൽ ഒന്നാമത്തെ പൊസിഷനിൽ നിൽക്കുന്നത് വിക്രമാണ്, രണ്ടാമത് രജനീകാന്ത്, പിന്നെ കമൽഹാസൻ, വിജയ്കാന്ത്, മാധവൻ, അജിത്ത്, ശ്രീകാന്ത്, സൂര്യ. ഇത്രയും നടന്മാരാണ് ഇതിലുള്ളത്. ഇത് ആക്ച്വലി 2003 റിപ്പോർട്ടാണെന്നറിയാം, പക്ഷേ ഇതിൽ ഏത് മാസമാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എനിക്ക് തോന്നുന്നു ഹാഫ് ഇയർലി ആണെന്ന് തോന്നുന്നു. കാരണം ധനുഷിനെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പം ഞാൻ വിശ്വസിക്കുന്നത് 2003 ആ ഒരു ഹാഫ് ഇയറിലാണ്. കാരണം 2003 ഒരു ജൂൺ ആ ഒരു ടൈം എത്തിയപ്പോൾ തന്നെയാണ് ധനുഷിൻ്റെ കാതൽ കൊണ്ടേൻ. അത് കഴിഞ്ഞിട്ട് 2003 ഒക്ടോബർ ആ സമയത്താണ് തിരുടി എന്ന് പറഞ്ഞ സിനിമയൊക്കെ റിലീസ് ചെയ്തത്. അപ്പോൾ അപ്പോഴേക്കൊക്കെ ധനുഷ് താരമൂല്യത്തിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇതിലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ടർ എന്ന് വെച്ചാൽ വിക്രമാണ് ടോപ്പ് പൊസിഷനിൽ നിൽക്കണം എന്നുള്ള രീതിയിലാണ്. കാരണം നമുക്കറിയാം വിക്രം 2002 ജെമിനി എന്ന് പറയുന്ന സിനിമ, അതിനു മുമ്പ് സേതു 99 റിലീസ് ചെയ്തു. അതൊക്കെ കഴിഞ്ഞ് ദിൽ കാശിയൊക്കെ കഴിഞ്ഞ് 2002 ജെമിനി. അത് കഴിഞ്ഞ് പിന്നെ 1-2 സിനിമകളുണ്ട്, സാമുറായൊക്കെ പോലെ അത്ര വലിയ ഹിറ്റായില്ല. പക്ഷേ 2003 എന്ന് പറയുന്ന ഒരു വർഷം വിക്രമിന് ഭയങ്കര ഒരു ഭാഗ്യം കിട്ടിയൊരു വർഷമാണ്. കാരണം അതിലെ ഏറ്റവും വലിയ ഹിറ്റ് ആ വർഷത്തെ തന്നെ ഏറ്റവും വലിയ ഹിറ്റ് എന്ന് പറയുന്നത് സാമി എന്ന് പറയുന്ന സിനിമയാണ്. അത് 2003 മെയ്യിലാണ് റിലീസ് ചെയ്തിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിന് മുമ്പ് തന്നെ 2003 തുടക്കം ധൂൾ റിലീസ് ചെയ്തു. പിന്നെ ആ വർഷം നവംബറൊക്കെ ആയപ്പോഴാണ് പിതാമഹൻ റിലീസ് ചെയ്തത്. അപ്പോൾ ഈ 3 സിനിമകളാണ്. അതിൽ സാമിയും ധൂളും വൻ ഹിറ്റുകളാണ്. അപ്പോൾ ആ സമയത്ത് രജനീകാന്തിൻ്റെ തൊട്ട് മുമ്പത്തെ വർഷം 2002 ബാബ എന്ന് പറയുന്ന സിനിമ പരാജയപ്പെട്ടിട്ട് രജനീകാന്ത് ഒന്ന് ബ്രേക്ക് എടുത്തിക്കുന്ന സമയമാണ്. പിന്നീട് നമുക്കറിയാം രജനീകാന്ത് ഒരു 3 വർഷം കണ്ട് ചന്ദ്രമുഖി എന്ന് പറയുന്ന സിനിമയിലൂടെയാണ് വരുന്നത്. അപ്പോൾ രജനീനെയും കടത്തി വെട്ടി വിക്രം ഒന്നാമത്തെ പൊസിഷനിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള രീതിയിലാണ് ഇതിൽ ആ ഒരു കാർട്ടൂണൊക്കെ ഉള്ളത്. അപ്പോൾ കറക്റ്റാണ്. കാരണം വിക്രമിൻ്റെ അന്നത്തെ ഒരു സാമിയുടെയൊക്കെ ഒരു വിജയം എന്ന് പറയുന്നത് അന്നൊരു കേരളം മുഴുവനും A ക്ലാസ്സും B ക്ലാസ്സും C ക്ലാസ്സിലൊക്കെ വളരെയധികം ഇതായിട്ട് വിക്രം നെക്സ്റ്റ് ബിഗ് തിങ് എന്ന രീതിയിൽ തന്നെയായിരുന്നു വിക്രം എന്ന്. ശങ്കറിൻ്റെ അന്യൻ ചെയ്യാൻ പോകുന്നു, അന്യൻ പറഞ്ഞ ഏറ്റവും വലിയ ശങ്കറിൻ്റെ ഒരു ബിഗ് ബഡ്ജറ്റിലുള്ളൊരു സിനിമ ചെയ്യാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് വിക്രം അന്നൊരു ഭയങ്കര പ്രോമിസിംഗ് ആയിട്ട് നിൽക്കുന്ന ഒരു സൂപ്പർ സ്റ്റാറിലേക്ക് എത്തിയ ആ ഒരു ഇതിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. പിന്നീട് സൂപ്പർ സ്റ്റാർ തന്നെയായി. ഇത് കഴിഞ്ഞിട്ട് കമൽഹാസനാണ്. കമൽഹാസൻ എനിക്ക് തോന്നുന്നു അന്ന് കമൽഹാസൻ്റെ പഞ്ചതന്ത്രമൊക്കെ ഇറങ്ങി, അത് കഴിഞ്ഞ് നടദമയന്തി പോലത്തെ സിനിമകൾ, അൻപേ ശിവമൊക്കെ ഇറങ്ങി നിൽക്കുന്ന ഒരു ടൈമാണ്. പക്ഷെ അതൊന്നും അങ്ങനെ ഭയങ്കര ബോക്സ് ഓഫീസ്, പഞ്ചതന്ത്രം ഹിറ്റാണ്, പക്ഷേ ഈ നടദമയന്തിയും അൻപേ ശിവം അങ്ങനെ വൻ ബോക്സ് ഓഫീസ് വിജയങ്ങളല്ല. പിന്നെ വിജയ് ആണ് ഇതിൻ്റെ പൊസിഷനിൽ നിൽക്കണം. വിജയ് നമുക്കറിയാം 2001-2 ആയ സമയത്ത് ഷാജഹാൻ ഉണ്ട്, ഭഗവതി, യൂത്ത്, ഇങ്ങനത്തെ സിനിമകളുണ്ട്. പക്ഷെ അതൊന്നും ഭയങ്കര ബ്ലോക്ക് ബസ്റ്റേഴ്സ് അല്ല. അപ്പോൾ വിക്രമിൻ്റെയും വിജയുടെ മേളിലായിരുന്നു ആ സമയത്ത് വിക്രമൊക്കെ കയറി പോയിക്കൊണ്ടിരുന്നത്. പിന്നീട് വിജയ് നമുക്കറിയാം ഇതിലിപ്പോൾ വിജയുടെ ഒരു ലുക്ക് എന്ന് പറയുന്നത് പഴയ ആ ഒരു മീശ വെച്ചിട്ടുള്ള ഒരു റൊമാൻറ്റിക് ഹീറോ എന്നൊരു ലുക്കാണ്. പക്ഷേ 2003 നവംബറൊക്കെ എത്തിയപ്പോൾ തിരുമലൈ എന്ന് പറയുന്ന ഒരു സിനിമയിൽ വിജയ് വേറൊരു ഗെറ്റപ്പിൽ വന്ന് അവിടെ മുതലാണ് വിജയുടെ തിരിച്ച് വേറൊരു തരത്തിലോട്ടുള്ള ഒരു യാത്ര ആരംഭിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് തിരുമലയ്ക്ക് മുമ്പാണ്. പിന്നെ വിജയകാന്ത് എന്ന ആ ഒരു പൊസിഷനിൽ നിൽക്കുന്നുണ്ട്. രമണ പോലത്തെ സിനിമകളൊക്കെ ചെയ്ത് ഒരു നല്ലൊരു ഈ പറഞ്ഞ ടോപ്പ് 5 പൊസിഷനിൽ നിൽക്കുകയാണ്. മാധവനും നമുക്കറിയാം 2000 അലേപായതിലൂടെയാണ് മാധവൻ വരണത്. അത് കഴിഞ്ഞ് മിന്നലെ, റൺ, 2002 റൺ എന്ന് പറയുന്ന സിനിമയൊക്കെ മാധവന് ഭയങ്കര വിജയം വരുന്നത്. ഒരുപാട് സിനിമകൾ മാധവൻ ആ സമയത്ത് കയ്യിലുണ്ട് മാധവൻ്റെ. പിന്നെ അജിത്ത് നമുക്കറിയാം വിജയുടെ പോലെ തന്നെ അജിത്തും അന്ന് കട്ടയ്ക്ക് തന്നെ ഉണ്ട്. അജിത്തിനും അന്ന് വിജയങ്ങളുണ്ട്, പരാജയങ്ങളുണ്ട്. പക്ഷേ ഇവർക്കൊക്കെ പുറകിലാണ് അജിത്ത് നിൽക്കുന്നത്. പിന്നെ സൂര്യ അന്ന് ശരിക്ക് ഇവരെക്കാട്ടൊക്കെ ജൂനിയറാണ്. വിജയനും അജിത്തിനെക്കാട്ടൊക്കെ ജൂനിയറാണ്. 97 സൂര്യ വരുന്നത്. അത് കഴിഞ്ഞ് ഫ്രണ്ട്സ് എന്ന് പറയുന്ന ഒരു സിനിമയോട് കൂടിയാണ് ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആവണതും. അത് കഴിഞ്ഞ് 2002 ആയപ്പോൾ നമുക്കറിയാം ഉന്നയ നിന്നയിത്ത എന്ന് പറഞ്ഞ സിനിമകളൊക്കെ സൂര്യ ഒന്ന് മുൻനിരയിലേക്ക് ഇങ്ങനെ വരുന്നു. കാക്ക എനിക്ക് തോന്നുന്നു റിലീസായിട്ടില്ല ഈ സമയത്ത്. ഈ ഒരു റിപ്പോർട്ട് വരുമ്പോൾ കാക്കക്ക് റിലീസായിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്.
എന്തായാലും കാക്കാക്കിയോട് കൂടിയാണ് പിന്നെ സൂര്യ ഒരു ടോപ്പ് ഹീറോ ആ ഒരു ലെവലിലോട്ട് തന്നെ അങ്ങ് എത്തിയത്. ഈ കൂട്ടത്തിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എനിക്കൊരു മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ശ്രീകാന്താണ്. നമുക്കറിയാം ശ്രീകാന്ത് 2002 റോജാക്കൂട്ടം എന്ന് പറയുന്ന ഒരു സിനിമയിലൂടെ വന്ന് അതൊന്നും ഭയങ്കര ഹിറ്റായിരുന്നു. ഏപ്രിൽ മാദത്തിൽ എന്ന് പറയുന്ന സിനിമ ഹിറ്റായി. അത് കഴിഞ്ഞിട്ട് ഈ 2003 ആയപ്പോൾ അത്യാവശ്യം സിനിമകളൊക്കെ ശ്രീകാന്തിൻ്റെ കയ്യിലുണ്ട്. അതായത് ഈ ഒരു ടോപ്പ് 10 ഹീറോസിൻ്റെ ലിസ്റ്റിലേക്ക് അന്നത്തെ ഒരു 2000-ന് ശേഷം വന്ന നടന്മാരിൽ മാധവനും പിന്നെ എനിക്കൊണ്ട് ഈ കൂട്ടത്തിൽ ഏറ്റവും ജൂനിയർ എന്ന് ശ്രീകാന്താണ്. 2002 വന്നത്. ഇത് 2003 റിപ്പോർട്ടിൽ ആ ഒരു വർഷത്തിനുള്ളിൽ തന്നെ ശ്രീകാന്ത് ആ ഒരു ടോപ്പ് 10 പൊസിഷനിൽ എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീകാന്തിൻ്റെ അന്നത്തെ ഒരു സ്റ്റാർഡം നമ്മളൊന്ന് ആലോചിക്കണം. കാരണം കൈ നിറയെ സിനിമകളുണ്ട് ശ്രീകാന്തിന്. നമുക്കറിയാം കനാകണ്ഠ എന്ന് പറയുന്ന ഒരു സിനിമയ്ക്ക് ഈ സമയത്താണ് അനൗൺസ് ചെയ്യണത്. പൃഥ്വിരാജ് അതിൽ വില്ലനായിട്ട് അഭിനയിക്കുന്നു. അങ്ങനെ കുറേ സിനിമകൾ, വർണ്ണജാലം, ബോസ്, അങ്ങനെ ഒരു റൊമാൻറ്റിക് ഹീറോ ആയിട്ട് വരുന്നു. ചെറിയ ആക്ഷൻ പടങ്ങൾ ചെയ്യുന്നു, ഫാമിലി പടങ്ങൾ ചെയ്യുന്നു. അപ്പോൾ ശ്രീകാന്ത് എന്തോ ആ ലിസ്റ്റിലുണ്ടായിരുന്ന ശ്രീകാന്താണ് പിന്നീട് നമുക്കറിയാം ഇന്ന് ഒരു ടോപ്പ് 20 ലിസ്റ്റിൽ പോലും ശ്രീകാന്ത് ശരിക്കും പറഞ്ഞാൽ ഇന്നില്ല. ശ്രീകാന്ത് ഒരു താരമൂല്യം ഒന്നും ഉള്ള ഒരു നടനല്ല ശരിക്കും തന്നെ. അപ്പോൾ എനിക്കിതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് 2 ഫാക്ടേഴ്സ്. ഒന്ന്, വിക്രം ടോപ്പ് പൊസിഷനിൽ നിൽക്കുന്നു. പിന്നെ ഈ ഒരു ടോപ്പ് 10 ഹീറോസിൻ്റെ ലിസ്റ്റിൽ ശ്രീകാന്തും ലിസ്റ്റിൽ കയറി പറ്റിയിട്ടുണ്ടെന്ന് പറയുന്നതാണ്. പിന്നീട് ആണ് ഇതൊക്കെ മാറി മറിഞ്ഞൊക്കെ വന്നു. സൂര്യ ഇവരൊക്കെ മുന്നിലോട്ട് വന്നു. പിന്നെ തുപ്പാക്കിയൊക്കെ ആയപ്പോൾ വിജയ് വീണ്ടും വന്നു. രജനീകാന്ത് ശക്തമായിട്ട് തിരിച്ചു വന്നു. കമൽഹാസൻ പിന്നെ കുറേ കാലം ഈ ഒരു ഇങ്ങനെ നിൽക്കുമായിരുന്നു. പിന്നീട് ഒരു വിക്രം എന്ന് പറഞ്ഞ സിനിമയൊക്കെ എടുത്തു. കമൽഹാസന് വീണ്ടും ഭയങ്കര ആക്റ്റീവായിട്ട് അല്ലെങ്കിൽ വലിയൊരു ബ്ലോക്ക് ബസ്റ്ററിലേക്ക് തിരിച്ചു വരാനായിട്ട് ശരിക്കും എനിക്കൊണ്ട് കമൽഹാസന് സമയം എടുത്തിട്ടുണ്ട്. ഇടയ്ക്ക് ഉണ്ട് നമുക്ക് പറയാം, മറ്റേ വിശ്വരൂപമൊത്ത സിനിമകളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു ടോപ്പ് ഏറ്റവും മുൻനിരയിലേക്ക് കമൽഹാസൻ വന്നത് ഇപ്പോൾ വിക്രം ഒക്കെ ആയപ്പോഴാണ്. എന്തായാലും ഈ 2003 ഈ പറയുന്ന സിനിമകൾ, സാമി ആയിക്കോട്ടെ, ധൂള്, തിരുടാ തിരുടി, വിജയുടെ തിരുമലൈ, ഈ വക സിനിമകളൊക്കെ ആ വർഷം നിങ്ങൾ കണ്ട സിനിമകളാണെങ്കിൽ നിങ്ങളുടെ അന്നത്തെ അനുഭവങ്ങളൊക്കെ ഇപ്പോൾ ഈ പറഞ്ഞ റിപ്പോർട്ട് ഇതുപോലത്തെ റിപ്പോർട്ട്സ് നിങ്ങളന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് ഷെയർ ചെയ്യുക. ശ്രീകാന്ത് എന്ന് പറഞ്ഞ നടനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ സിനിമകളെക്കുറിച്ചും നിങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യുക.